ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2026 പുറത്തിറങ്ങിയ ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന തമിഴ് സിനിമയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് 2040 നടക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ സൂര്യൻ എന്ന് പറഞ്ഞ ഒരാൾ ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ആപ്പിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഈ ഒരു ആപ്പിലൂടെ നമുക്ക് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കാനും അവരോട് ബ്രേക്കപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഒരു ആപ്പിന് നല്ലൊരു വോയിസ് വേണമെന്ന് എഴുതി ഒത്തിരി ആൾക്കാരുടെ വോയിസ് ട്രൈ ചെയ്തെങ്കിലും ആരുടെ വോയിസ് സൂര്യൻ ഇഷ്ടമാകുന്നില്ല. ഫൈനലി നമ്മുടെ ഹീറോയുടെ വോയിസ് സൂര്യൻ ഇഷ്ടപ്പെടുകയാണ്. പക്ഷേ നമ്മുടെ ഹീറോയുടെ അച്ഛന് ഫോൺ ഉപയോഗിക്കുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു. അത് തീർക്കാൻ വേണ്ടി ഒരു വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഫോണായി ഉപയോഗിച്ച് തെറ്റ് ചെയ്യുന്നവരെ എല്ലാം അതിൽ വെടിച്ച് അടച്ചിടുന്നതായിരിക്കും. അതുകൊണ്ടുകൂടി തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഫോണില്ലായിരുന്നു. അങ്ങനെ ഒരിക്കൽ സൂര്യൻ LIKയുടെ വോയിസ് ചെയ്യുന്നത് ഹീറോയാണെന്ന് വെളിപ്പെടുത്തുകയാണ്. ഇതറിഞ്ഞ നമ്മുടെ ഹീറോയുടെ അച്ഛനും അവനോട് ദേഷ്യപ്പെടുകയാണ്. ഹീറോയുടെ അച്ഛനും അവനോട് പറയുകയാണ്, നിന്റെ ചേച്ചി ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിരുന്നു, അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ലോറി വന്ന് ഇടിച്ച് ആക്സിഡന്റ് ആയിരുന്നു എന്ന്. അവളെ രക്ഷിക്കാൻ പോലും ആരും തയ്യാറാകാതെ എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടിരുന്നായിരുന്നു എന്ന്. അങ്ങനെ അവളും മരിച്ചെന്ന്. ഇതിന്റെ ദേഷ്യത്തിലാണ് ഞാൻ ഈ ഒരു വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്തതെന്ന്. എന്നിട്ട് അവനോട് സത്യം ചെയ്യാൻ പറയുകയാണ്, നീ ഒരിക്കലും ഫോൺ ഉപയോഗിക്കരുതെന്ന്. ഹീറോയും തന്റെ അച്ഛനോട് സത്യം ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയും ഫ്രണ്ട്സും കൂടെ സൂര്യൻ ഓഫർ ചെയ്ത് പൈസ മേടിക്കാൻ വേണ്ടി അവൻ്റെ ഓഫീസിലോട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോഴേക്കും നമ്മുടെ സൂര്യൻ പറയുകയാണ് പൈസ ഫോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്ന്. പക്ഷെ നമ്മുടെ ഹീറോയും പറയുകയാണ് എൻ്റെ ഫോണില്ല, അതുകൊണ്ട് തന്നെ കൈ തന്നാൽ മതിയെന്ന്. അങ്ങനെ ഇത് കേട്ട സൂര്യനും ഈ ഒരു ജനറേഷനിൽ നിന്റെ ഈ മാത്രമേ ഉള്ളൂ ഫോണില്ലെന്നും പറഞ്ഞ് അവനെ കളിയാക്കുകയാണ്. ഇത് കേട്ട ഹീറോയും തിരിച്ച് അവനെ കളിയാക്കുകയാണ്. ഇത് കേട്ട് ദേഷ്യം തോന്നിയ നമ്മുടെ സൂര്യനും അവൻ്റെ റോബോട്ടിനോട് പറയുകയാണ് ഇവനും ഒരിക്കൽ ഫോൺ മേടിക്കും, അവന് നമ്മുടെ LIK ആപ്പ് ഡൗൺലോഡ് ചെയ്യും, അപ്പോൾ എനിക്ക് ഇൻഫോം ചെയ്യണമെന്ന്. അങ്ങനെ നമ്മുടെ ഹീറോ തിരിച്ചു വരുന്ന വഴി നമ്മുടെ ഹീറോയിനെ ആദ്യമായിട്ട് നമ്മുടെ ഹീറോ മീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ബോധം കെടുകയാണ്. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ കുട്ടിക്കാലം തൊട്ട് ഫോൺ ഉപയോഗിച്ചാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫോണില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അമ്മ ഇതാണ് ഫോൺ ഉപയോഗിച്ച് എന്തോ തെറ്റ അലിഗേഷൻ ചെയ്തെന്നും പറഞ്ഞ് ഓർഗാനിക് വേർഡിലോട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അവിടെ വെച്ച് നമ്മുടെ ഹീറോയിനും ആദ്യമായിട്ട് സംസാരിക്കുകയാണ്. ഹീറോയും അവൾ എങ്ങനെങ്കിലും അവനെ പ്രേമിക്കാൻ വേണ്ടി അവൻ്റെ അച്ഛൻ അറിയാതെ ഒരു ഫോൺ മേടിക്കുകയാണ്. എന്നിട്ട് അവൻ അതിൽ LIK ആപ്പും ഇൻസ്റ്റാൾ ചെയ്ത് അവളുമായി സംസാരിച്ച് പതിയെ അവർ തമ്മിൽ സ്നേഹമാകുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സൂര്യൻ്റെ ആപ്പിന് എന്തോ പ്രശ്നമായി കോടതി വരെ ചെല്ലുന്നത്. കോടതിയിൽ ജഡ്ജും പറഞ്ഞു നിങ്ങളുടെ ആപ്പിന് എന്തോ പ്രൈവസിക്ക് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്പ് നിർത്തണമെന്ന്. പക്ഷേ സൂര്യനും പറയുകയാണ് ഇപ്പോൾ എനിക്ക് 25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അത് ഇനി ഒരു വർഷത്തിനുള്ളിൽ 50 ലക്ഷം സബ്സ്ക്രൈബേഴ്സും അതായില്ല, നിങ്ങൾ തന്നെ എൻ്റെ ഒരു ആപ്പ് നിർത്തിക്കോളാൻ. സൂര്യനും തൻ്റെ ആപ്പിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടി ലവ് സ്കോർ എന്ന് പറഞ്ഞ ഒരു പുതിയ ഫീച്ചർ കൊണ്ടുവരികയാണ്. ഇത് ലോകം മൊത്തം ഭയങ്കര ഫേമസ് ആകുകയാണ്. അങ്ങനെ ഇതറിഞ്ഞ നമ്മുടെ ഹീറോയിൻ്റെ ലവ് സ്കോർ എത്രയാണെന്ന് ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേക്കും വെറും 3% മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ഇട്ടിട്ട് പോവുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് വന്ന് നമ്മുടെ ഹീറോയുടെ അച്ഛനും വിഷമിച്ച് തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയും സൂര്യനോട് വെല്ലുവിളിക്കുകയാണ്, ഞാൻ നിന്റെ ആപ്പ് പൂട്ടിക്കുമെന്ന്. അങ്ങനെ നമ്മുടെ ഹീറോയും ഈ ഒരു ആപ്പ് കാരണം ബ്രേക്കപ്പ് ആയവരെ എല്ലാം കണ്ടുപിടിച്ച് അങ്ങനെ ഒരു വീഡിയോ എടുക്കുകയാണ്. ഇത് കാരണം നമ്മുടെ സൂര്യന്റെ ആപ്പിന്റെ സബ്സ്ക്രൈബേഴ്സും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ഇത് തടയാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ നമ്മുടെ ഹീറോയിനും കൂടെ ഒരുമിക്കുകയാണെങ്കിൽ ഈ ഒരു ആപ്പ് തെറ്റാണെന്ന് ലോകത്തെ മൊത്തം കാണിക്കാമെന്ന് ഹീറോ വിചാരിക്കുകയാണ്. പക്ഷെ ഒരിക്കലും ഹീറോയിൻ അവനോട് മിണ്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ച് ഇല്ലീഗൽ പ്രൊഡക്റ്റുമായി അവളെടുത്ത് വീഡിയോ എടുപ്പിക്കുകയാണ്. അത് കാരണം അവളും ഓർഗാനിക് വേൾഡിലോട്ട് വരികയാണ്. ഇതെല്ലാം ചെയ്തത് ഹീറോ എന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവൾ ഓർഗാനിക് വേൾഡിലോട്ട് വരുമ്പോഴേക്കും അവളുടെ അമ്മ ആദ്യമായിട്ട് അവളുടെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട നമ്മുടെ ഹീറോയിനും അവളുടെ അമ്മയോട് സ്നേഹം തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആദ്യമായിട്ടാണ് ഇത്രയും നേരം ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ ഹീറോയും അവളെ ഹെൽപ്പ് ചെയ്യുകയാണ്. അങ്ങനെ അവർ വീണ്ടും പഴയ പോലെ സ്നേഹത്തിലാകുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ സൂര്യനും അവരെ എങ്ങനെയെങ്കിലും ബ്രേക്കപ്പ് ആക്കണമെന്ന് കരുതി ഓർഗാനിക് വേൾഡിലോട്ട് വരികയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയെ അടിച്ചിടുകയാണ്. എന്നിട്ട് ഹീറോയിനോട് പറയുകയാണ്, നീ എങ്ങനെയെങ്കിലും ഇവനോട് ബ്രേക്കപ്പ് ചെയ്യുക, അല്ലേ ഞാൻ ഇവനെ കൊല്ലുമെന്ന്. ഹീറോയോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ഹീറോയിൻ അവളുടെ അമ്മയോട് പറയുകയാണ്, എനിക്ക് വേറെ ആരെങ്കിലും കല്യാണം ആലോചിക്കാൻ. ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിൽ ചെന്ന് അവളെയും കൂട്ടി സൂര്യൻ്റെ കമ്പനിയിലോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് നമ്മുടെ സൂര്യനെ ഹീറോ അടിക്കുകയാണ്. ഹീറോ സൂര്യനെ അടിക്കുന്നിട്ട് അവൻ്റെ റോബോട്ടിനെ കാട്ടിൽ സൂര്യൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മനുഷ്യർ അവനെ സഹായിക്കുന്നത് കാണുകയാണ്. ഇതെല്ലാം കാണുന്ന സൂര്യനും മനുഷ്യനാണ് റോബോട്ടിനെ കാട്ടിലും ലോയൽ എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ സൂര്യൻ്റെ ആപ്പിന് 50 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകാത്തതുകൊണ്ട് തന്നെ കോടതി ആ ആപ്പ് റിജക്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയിനും കൂടെ പുറത്ത് വന്നിട്ട് ഒരു ആപ്പിന് നമ്മുടെ മനുഷ്യൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് അവരോട് പറയുകയാണ്. അങ്ങനെ അവർ ഓർഗാനിക് വേൾഡിൽ തന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ തീരുമാനിക്കുകയാണ്.